കല്യാണത്തിനും സൽക്കാരത്തിനും യാത്രക്കും ഉദ്ഘാടനത്തിനുമൊക്കെ തീയതി നോക്കുന്നു. നല്ല ദിവസം അതാണ് നമുക്ക് വേണ്ടത്. വേറെ ചീത്ത ദിവസം അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും നമുക്ക് നല്ലതാണ്. നന്നായാ നല്ലത്, കേടുവന്നാലോ സൂര്യന് കേടില്ല, ചന്ദ്രന് കേടില്ല, നക്ഷത്രങ്ങൾക്കും കേടില്ല. പതിവുപോലെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കും. പിന്നെ എവിടെ കേട്? എങ്ങനെ നന്നാവുക? നമ്മൾ നന്നായാൽ, അങ്ങനെ ഓരോരുത്തരും നന്നായാൽ ലോകം നന്നാകും. അപ്പൊ നല്ല ദിവസം ചീത്ത ദിവസം എന്നൊന്നില്ല. കലണ്ടറുകളിൽ നമ്മൾക്ക് കാണാം രാഹു കേതു ഗുളിക. മുമ്പുണ്ടായിരുന്ന നഹ്സിന്റെ ദിവസങ്ങൾ, കൊല്ലത്തിൽ 127 ദിവസം നഹ്സ്. ആരെഴുതിയതാണ്? ഉസ്താദുമാര്. അല്ലാഹു റസൂലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുദ്ധ ലക്ഷണങ്ങൾ മാത്രമാണ് ഇഷ്ടമായിരുന്നത്. അവലക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല. പണ്ടാരം അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഓനാണ് നശിക്കണം, അല്ലാതെ വേറെ എന്ന്. നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് നല്ല വാക്കുകൾ മാത്രമാണ്. അപ്പൊ എന്തിനാ പിന്നെ ഡേറ്റ് നോക്കുന്നത്? ആ താടിയിൽ നീട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു ഹജ്ജിന് പോകുമ്പോഴാണ്. അപ്പൊ അതുവരെ ജീവിക്കുന്ന ഒരു ഉറപ്പ് ആരെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല. ഏതൊരു കാര്യത്തിനും നമ്മള് നാളെ എന്നല്ല പറയേണ്ടത്, ഇപ്പൊ തന്നെ. ഒരിക്കലും നാളേക്ക് വെക്കേണ്ടത്. 27-ാം തീയതിയാണ്. 28, 29, 30, 31 ആയാൽ നിങ്ങളുടെ വീടുകളിലെ കലണ്ടറുകളൊക്കെ പിന്നോട്ടാകും. പുതിയ കലണ്ടറുകൾ, പുതുമയുള്ള കലണ്ടർ. അപ്പൊ ഒരു വർഷം കൂടി കഴിയുകയാണ്. കഴിഞ്ഞ വർഷം 1-ാം തീയതി മുതൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ നിറഞ്ഞ തികഞ്ഞ ഗംഭീരമായ വർഷം, അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, ഇനി വായിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ കലണ്ടറിന്റെ സവിശേഷത ഇസ്ലാമിക കലണ്ടറാണ്. അത് മുഹറം മുതലാണ് ആരംഭിക്കുന്നത്, ദുൽഹിജ്ജ വരെയാണ്. അതിൽ 31 ഉണ്ടാവില്ല, 28 ഉണ്ടാവില്ല, 29, മാറി നോമ്പും പെരുന്നാളും ആഘോഷങ്ങളും ഉത്സവങ്ങളും വരും. ക്രിസ്മസ് എന്നും ഈ തണുപ്പ് തന്നെയാണ്. ഓണം എന്നും ചിങ്ങമാസം തന്നെയാണ്. അത് വസന്തകാലത്താണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ജനതക്കും മാറി നോമ്പും പെരുന്നാളും ആഘോഷിക്കാൻ ഉള്ള സൗകര്യമാണ് ചന്ദ്രവർഷക്കാലം. നമുക്ക് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതങ്ങനെ കറങ്ങുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, മണ്ണിനുണ്ട്, മുന്നിലുണ്ട്, തെങ്ങിനുണ്ട് എന്നല്ലാതെ നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ രണ്ട് കറക്കത്തിന്റെയും അടിസ്ഥാനത്തിൽ വർഷം വ്യത്യാസമുണ്ട്, മാസം വ്യത്യാസമുണ്ട്, സമയം വ്യത്യാസമുണ്ട്. അത് നമുക്കതിനെ കുറിച്ച് പഠിക്കാം. എന്തായാലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെതാണ് ഈ ചന്ദ്രമാസം അനുസരിച്ചുള്ള വർഷങ്ങൾ. ആകാശഭൂമികളെ പടച്ചാണ്ട് മുതൽ കൊല്ലം 12 മാസമാണ്. 4 മാസം അതിൽ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. അതൊരു കലണ്ടർ നമ്മൾ മാറാൻ പോവുകയാണ്. നമ്മുടെ കൈവശമുള്ള കലണ്ടർ അതാണ്. ആ കലണ്ടറുകളിലെ ചുവപ്പും പച്ചയും കറുപ്പും സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തിയ പച്ച നിറങ്ങൾ, അവധി അടയാളപ്പെടുത്തിയ ചുവപ്പ്, സാധാരണ ജോലി ദിവസങ്ങൾ. അപ്പോ ഒരു കൊല്ലം മാറുമ്പോ ഇപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ രാത്രി ഉറക്കൊഴിക്കുന്നു. ഇസ്ലാമില് രാത്രി ഉറക്കൊഴിക്കേണ്ടത് 10 ദിവസം. അത് റമളാനിലാണ്, അവസാന ഘട്ടത്തിലാണ്. അത് ഇഅ്തികാഫ്.
നമ്മുടെ നാട്ടിൽ ചില ഉസ്താദുമാര് രാത്രി ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ട് ഒരു ദിവസം റബീഉൽ 11-ാം തീയതി രാത്രി മുതൽ 12-ാം തീയതി സുബഹി വരെ ഉറക്കൊഴിപ്പിക്കും. അത് മദീനത്താണല്ലോ ആ ജനങ്ങൾ, ആ റസൂൽ ജീവിച്ചത്. മക്കത്താണല്ലോ ജന്മം നടന്നത്. അവിടെ റസൂലെ സംഘടിപ്പിച്ചോ ഇല്ല. പിന്നെ എവിടുന്നാ വന്നത്? ചോദിക്കണം നമ്മുടെ സുഹൃത്തുക്കളോട്. ദേഷ്യം പിടിക്കൊന്നും വേണ്ട, മര്യാദക്ക് നമുക്ക് ചോദിക്കാം. അപ്പോ ഈ ന്യൂ ഇയർ ഇല്ലാത്തതാണ്, വേണ്ടാത്തതാണ്, പാടില്ലാത്തതാണ്. അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെ 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 നേരത്തെ ചെയ്യുക എന്നതാണ് ഇസ്ലാം പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് പുതിയതാണ്. ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോ അത് ഒരു പുതിയ ദിവസം. എന്നും അങ്ങനെ അസ്തമിക്കുമ്പോഴും ഒരു പുതിയ രാവ് വരികയാണ്. ചന്ദ്രൻ ഉദിക്കുമ്പോഴും ഒരു പുതിയ രാവ്, പുതിയ വെളിച്ചം, പുതിയ നിലാവ്. നമുക്ക് എപ്പോഴും ഫ്രഷാണ്. അതിന് ഡേറ്റ് കാത്തു നിൽക്കേണ്ടത്. വിഷമങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് ലോകത്ത് അധികം ആളുകളിൽ കടന്നു പോകുന്നത്. സമ്പന്നർക്ക് അവരുടെ വശങ്ങള്, സാധാരണക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ, ഭരണാധികാരികൾക്ക് അവരുടെ വിഷമങ്ങള്, ഭരണീയർക്ക് അഥവാ പ്രജകൾക്ക് അവരുടെ വിഷമങ്ങൾ. അല്ലാഹുവേ എല്ലാവർക്കും എളുപ്പം നൽകണേ. ദാരിദ്ര്യവും ദുഃഖവും വേദനയും രോഗവും എല്ലാമായി കഴിയുന്നത്. പക്ഷേ നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷിക്കാൻ സാധിക്കണം. അതെങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് ഏതൊരു സുഖം നൽകുന്നുവോ പരീക്ഷയാണ്, ഏതൊരു ദുഃഖം നൽകുന്നുവോ പരീക്ഷയാണ്. ചിലക്കൽ മൗത്തവൽ ഹയാത്ത്. അന്നലെ രാത്രി ഉറങ്ങാൻ നടക്കുമ്പോ ലിയബ്ലുവക്കും പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും. ഇന്ന് സൂറത്തുൽ കൗസറിയല്ലോ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ സൗന്ദര്യം, പൂക്കള്, മനുഷ്യര്, മൃഗങ്ങള്, ജീവജാലങ്ങള്, ചെടികള്, പ്രാണികള്, ചിത്രശലഭങ്ങള്, ഈ സൗന്ദര്യം പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ പരീക്ഷയിൽ നമ്മൾ വിജയിച്ചോ? അപ്പോ നാളെ ആക്ക എന്ന് ചിലർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അങ്ങനെയാണ്. സൂറത്തുൽ തൗബ നിങ്ങൾ പ്രത്യേകം ഒന്ന് വായിച്ചിട്ടുണ്ടാവും. സൂറത്തുൽ തൗബയിൽ ഒരു പ്രത്യേകമായ ചരിത്രം പറയുന്നു. തബൂക്ക് യുദ്ധത്തിന് പോകാൻ അനൗൺസ് ചെയ്തു റസൂൽ. എല്ലാവരോടും ഒരുങ്ങുമ്പോ ഇന്നൊരുങ്ങിയപ്പോഴല്ലോ, ഇന്നലെ ഒരുങ്ങിയപ്പോഴല്ല, ആരാണോ പടയാളിയെ ഒരുക്കി അയക്കുന്നത് ആ ആള് യുദ്ധം ചെയ്തവനെ പോലെയാണ്. വീട്ടിലെ സ്ത്രീകൾ ചിലപ്പോ നേരത്തെ ഉണർന്ന് നോമ്പിന് അത്താഴമുണ്ടാക്കുമ്പോ അവർക്ക് തഹജ്ജുദ് ചിലപ്പോൾ കിട്ടിയില്ല. കുട്ടികളെ ഒരുക്കുമ്പോൾ, ഭർത്താവിന് ആവശ്യമായത് ചെയ്യുമ്പോൾ, രോഗികൾക്ക് ആവശ്യമായത് നമ്മൾ ചെയ്യുമ്പോൾ, ചില നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പോകും. ചില സുന്നത്തസ്കാരങ്ങൾ കിട്ടിയില്ലാന്ന് പോകും. ചില ദിവസം വിഷയങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പോകും. ആരാണോ പടയാളിയെ ഒരുക്കി അയക്കുന്നത് ആ യുദ്ധം ചെയ്ത പടയാളിയെ പോലെയാണ്. നമ്മൾ പോകുന്നില്ല, പടക്കളത്തിൽ പോകുന്നില്ല, യുദ്ധം ചെയ്യുന്നില്ല, മുറിവേൽക്കുന്നില്ല, മരിക്കുന്നില്ല. നമ്മളൊരാളെ അയച്ച ഇതിന്റെ കാലത്ത് യുദ്ധത്തിന് പോയല്ലോ കുറെ ആൾക്കാർ. അവരെ വീട്ടിലുള്ളവർ യുദ്ധം ചെയ്തവരെ പോലെയാണ്. അല്ലാഹുവേ നമുക്കും ഈ അനുഗ്രഹം തരണം. നമുക്കിന്ന് യുദ്ധമില്ല, ഉണ്ടായാൽ നമ്മൾ പേടിച്ചോടുമെന്നുള്ളത് നിങ്ങൾക്കിടയിൽ വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഏതായാലും പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടാഞ്ഞത്, സൗകര്യം കിട്ടാഞ്ഞത്, സമ്പത്തില്ലാഞ്ഞത് ഒക്കെ പല കാരണങ്ങളാലാണ്. അല്ലേ? നല്ല കാര്യത്തിന് എടുത്തു വെച്ച കാശ് വേറെ കാര്യത്തിന് ചെലവഴിക്കേണ്ടി വന്നു, ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അപ്പൊ ഇതിനൊക്കെ കൂലിയുണ്ട്. അപ്പോ നമ്മുടെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ ഒരുങ്ങണം. അതാണ് വേണ്ടത്. അബൂ ദാവൂദിലെ 2606 ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുഖൂരിഹാ. നേരത്തെ ചെയ്യുന്ന എന്റെ സമുദായത്തിന് നീ ബർക്കത്ത് ചെയ്യണേ. ആമീൻ. നേരത്തെ ചെയ്യണം. അപ്പൊ സുബഹിന് എത്ര എത്തണം? നമുക്ക് എങ്ങനെ വെക്കണം? തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ മതിയോ? പോരാ. തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയം ഉണ്ടാകണം. പിന്നെയോ കുറച്ച് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാകണം. അപ്പൊ അതിനനുസരിച്ച് നേരത്തെ വരണം. അതിന് നേരത്തെ വരണം. അപ്പൊ സുബഹിന് മുമ്പ് തഹജ്ജുദുണ്ട്. ആ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള അപ്പൊ അതിന് നേരത്തെ ഉണരണം. കുളിക്കണമെങ്കിലോ കുറച്ചുകൂടി നേരത്തെ ഉണരണം. ബാത്റൂം കുറവാണെങ്കിലോ കുറച്ചുകൂടി നേരത്തെ ഉണരണം. ഇതൊക്കെ ആവശ്യം. അപ്പൊ അതൊക്കെ നമ്മളെ ഭംഗിയായി ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുഖൂരിഹാ. അല്ലാഹുവേ, എല്ലാം നേരത്തെ ചെയ്യുന്ന എന്റെ സമുദായത്തിന് നീ ബർക്കത്ത് ചൊരിയണേ. ആമീൻ. അതുകൊണ്ട് വൈകരുത്. അല്ല ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടോ? നമുക്കറിയാം. ട്രെയിൻ, ബസ്, ഓട്ടോറിക്ഷ ഒക്കെ കിട്ടാതായിട്ടില്ലേ? നേരത്തെ ചെയ്യാത്തോണ്ട് നടന്നു പോകാവുന്ന ദൂരത്തേക്ക് നമുക്ക് ഓട്ടോറിക്ഷ പിടിക്കേണ്ടി വരുന്നു. ഓട്ടോ പിടിച്ചാൽ എത്തുന്ന സ്ഥലത്തേക്ക് നമുക്ക് കാറ് വിളിക്കേണ്ടി വരുന്നു. കാറും വിളിച്ചാൽ എത്തുന്ന സമയത്ത് നമ്മൾ വൈകിയതിനാൽ നമുക്ക് ആ സംഗതി തന്നെ നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടു. വിസ പോയി. ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മയ്യസ്കാരം പോയി. അതിനേക്കാളും വലുതാണ് മയ്യസ്കാരം. അങ്ങോടെ കഴിഞ്ഞു. ഖബറിന് പോയാൽ ആണായാലും പെണ്ണായാലും ഖബറിന് പോയാൽ. ജമാഅത്ത് നിസ്കാരം നമുക്ക് എത്ര നഷ്ടപ്പെട്ടു. എത്രയോ ആളുകള് പിന്നാലെ വന്ന തൊട്ടോണത്തൊട്ട് നിസ്കരിക്കുന്നതാണ്. തൊട്ടോനത്തോടെ നിസ്കരിക്കുന്ന ഒരാളെ തുടരുത്. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വലതുവശം ഒരേ ലൈനിൽ പോയി നിൽക്കുക. അയാളെ തുടരുക. അയാൾ സുന്നത്തോ ഫർളോ അല്ലാതെ ഒരാളെ തൊട്ട് നിസ്കരിക്കണോ തുടർന്ന് ശരിയാണെങ്കിൽ ആലോചിച്ചു ഓനെ നിസ്കാരം നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്. അപ്പൊ ജമാഅത്ത് ചുരുങ്ങിയ അതല്ലെങ്കിൽ അത്തഹിയ്യാത്തിന്റെ മുമ്പിലേക്ക് അതിനൊക്കെ നേരെ എന്നാ അനാവശ്യമായ ധൃതിയോ നമ്മള് ശരിക്കൊടുക്കാതെ, ശരിക്കും മൂത്രയിക്കാതെ, ശരിക്ക് കഴുകാതെ, ശരിക്ക് തുണിയെടുക്കാതെ, ശരിക്കും മക്കളെ മക്കളുണ്ടാതെ ഒരു വഴിക്ക് പറഞ്ഞു. അപ്പൊ നമുക്ക് സാവകാശം സഹാബിയോട് പറഞ്ഞു, നിനക്ക് രണ്ട് നല്ല സ്വഭാവം, അത് അല്ലാതെ നമുക്ക് അങ്ങനെ ആകണം. വൃത്തിയാക്കല്ല, ദേഷ്യം പിടിച്ചെന്തെങ്കിലും പറയുന്നില്ല, വാക്ക് ക്ലിയറാകാതെ അങ്ങനെ സംസാരിക്കുന്നില്ല. സാവകാശം. അപ്പൊ എല്ലാവരും സമയമുണ്ട്. 24 മണിക്കൂർ ഫ്രീ. ഒരു പൈസ ചെലവില്ല 24 മണിക്കൂറിന്. ലോകത്ത് 5, 6, 3, 4 മണിക്കൂർ ധാരാളം ആൾക്കാർ. അവർ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ നിന്ന് മെഷീനുണ്ട്, മൊബൈലുണ്ട്, മാനുവലല്ല. നബിന്റെ കാലത്തെല്ലാം മാനുവലാണ്, കൈകൊണ്ടാണ്, സ്വിച്ച് അല്ല, കൈകൊണ്ടാണ്. എന്നിട്ട് അവരെത്ര ചെയ്തു. നമുക്ക് എല്ലാ വിധത്തിലുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിട്ട് അവരൊന്നും ഓടിയെത്താൻ കഴിയുന്നില്ല. അല്ലാഹു മാപ്പ് നൽകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് 24 മണിക്കൂർ കറക്റ്റാ. നമുക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് 5 മിനിറ്റിന് പകരം 1 മിനിറ്റ്, അരമണിക്കൂറിന് പകരം 1/2 മിനിറ്റ് മതി. നോക്കിയിടുക, സ്വിച്ച് ഓൺ ആക്കുക, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ബർക്കത്തിന്റെ കുറവ്, അത് വിശ്വാസത്തിൽ ഉഷാറാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ശരിയാകും. അതുകൊണ്ട് എന്ത് വേണം? നമ്മള് നേരത്തെ ചെയ്യണം, വൈകരുത്.
ഇതാണ് ഇസ്ലാം. ചോപ്പ് അടയാളം കാണുന്നുണ്ടല്ലോ കലണ്ടറിൽ, അവധി ദിവസം. എന്താ ചെയ്യാ? അവധി എന്ന് പറയുമ്പോൾ തന്നെ കാണാ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഈ മുമ്പിലൂടെ വഴിക്കടവിലൂടെ ഇങ്ങനെ സെക്കൻഡില് വാഹനങ്ങൾ അങ്ങനെ സൈനിപ്പായി എവിടുക്ക പോണേ? എന്തിനാ? എന്താ കിട്ടുന്നത്? ഓടി അവിടുന്ന് വിളക്കുമ്പോത്തിന് കഴിഞ്ഞു. അതിനിടയിൽ കുറച്ചുള്ള നല്ല സമയങ്ങൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ? പൈസ എത്രയോ ചെലവാകുന്നു. ഒരു പിരിവ് ചോദിച്ചാൽ ടൂർ പോകാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവാക്കുന്നുണ്ടോ? ഇല്ലേ? ഏറ്റവും നല്ല കല്യാണം, ഏറ്റവും ചെലവ് കുറഞ്ഞതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദാവൂദ് 2017 ഹദീസ്. അപ്പൊ ഒരു ചെറിയ എന്റെ മകൾക്ക് ഞാൻ തന്നു എന്ന് പറയാൻ ഞാൻ സ്വീകരിച്ചു പറയാ. അതിന് ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്ന കടപ്പാടം പണയം പിരിവ് നടത്തുന്നു. അല്ല, ആവശ്യമില്ല. സമയം എത്രയാണ്? മാസങ്ങൾ എത്രയാണ് പിടിക്കുന്നത്? എല്ലാ നിസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിലെത്താൻ സമയമില്ല എന്ന് പറയുന്നു. സമയമില്ലേ മക്കളെ? ഉണ്ട്, സമയമുണ്ട്. അല്ലാഹു തന്നിട്ടുണ്ട് 24 മണിക്കൂർ. അതുകൊണ്ട് സമയമുണ്ടാകണം, സമയത്ത് ചെയ്യണം. അവധിക്കാലം നമ്മൾ നല്ല കാര്യത്തിന് ചെലവഴിക്കണം. ദഅവത്ത് നടത്താൻ, ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കാൻ, ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ, പരിപാടികൾക്ക് പോകാൻ, സമ്മേളനങ്ങൾക്ക് പോകാൻ ഒക്കെ. അപ്പോ നമുക്ക് നിറഞ്ഞ ജീവിതമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിവാഹം നേരത്തെ കഴിക്കണം. യാ മഅ്ശറ ശബാബ്, ബുഖാരിയിലെ 6065 ഹദീസ്. യുവാക്കളെ, വിവാഹശേഷി എത്തിയ ഉടനെ വിവാഹം എന്ന വാക്കാണ്. അപ്പൊ പ്രേമുണ്ടാവും, ഒളിച്ചോട്ടുണ്ടാവും, തട്ടിക്കൊണ്ടുപോകും. സമയത്ത് മക്കളുണ്ടാവും. കുറെ കാലം കഴിഞ്ഞ പല സഹോദരന്മാർക്കും മക്കളുണ്ടാവില്ല. 40-ാം വയസ്സിൽ, 55-ാം വയസ്സിൽ, 45-ാം വയസ്സിലൊക്കെ വിവാഹം. അങ്ങനെയൊന്നുമല്ല, സമയമായാൽ വിവാഹം. നമുക്ക് ലോകത്ത് ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ എടുക്കേണ്ടത് റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിമിലെ 2664 ഹദീസ്, നിനക്ക് ഉപകാരമുള്ളത് അതിൽ നിന്ന് താല്പര്യം കാണിക്കണം. ഏറ്റവും നല്ല കർമ്മം. അബൂദാവൂദിലെ 4426 ഹദീസ് റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. വീട്ടിൽ നിസ്കരിക്കുന്നവർ ബാങ്കിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒളിവിന്റെ നിസ്കാരം നിർവഹിക്കണം, റെഡിയായി നിൽക്കണം. ബാങ്ക് കൊടുത്തോടനെ നിസ്കരിക്കുക, എന്നിട്ട് വേഗം നിസ്കരിക്കുക. ആരാ വീട്ടിൽ നിസ്കരിക്കേണ്ടത്? കൈകാലം മുൻപോ രോഗമായിട്ടോ കിടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. പള്ളിയിൽ വരികയാണെങ്കിലോ പുണ്യമാണ്. അല്ലാഹു എല്ലാ രോഗികൾക്കും അല്ലാഹു അല്ലാഹുവിന്റെ കൽപ്പനകളിലെ ആ ക്രമം നമ്മൾ നോക്കുക. നിങ്ങൾ സൂറത്തുൽ മുൽക്കിൽ വായിക്കുമ്പോൾ, ഈ ഭൂമിയിലെ നിങ്ങൾക്ക് കൃഷിക്ക് പാകമാക്കണം, നടക്കണം. നിങ്ങൾ നടക്കുന്ന 15-ാമത്തെ ജുമുഅ 10-ാമത്തെ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പരക്കും. നിങ്ങൾ ദുനിയാവിലെ കച്ചവടം കൃഷിയൊക്കെ ചെയ്തോളി. വെള്ളിയാഴ്ച കൂട്ടേണ്ട ആവശ്യമില്ല. ജുമാന്റെ ജുമാക്ക് ശേഷം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോ നടക്കാൻ പറഞ്ഞാൽ പരക്കാൻ പറഞ്ഞു. ഇനി അല്ലാഹു പറയുമ്പോ ജുമാ 9-ാമത്തെ വെള്ളിയാഴ്ച ചെയ്യണം. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങളൊന്ന് വേഗം വരണം. കുറച്ച് ആൾക്കാരൊക്കെ വൈകുന്നുണ്ട്. എല്ലാവരും കുറച്ചുകൂടി നേരത്തെ അല്ലാഹു അനുഗ്രഹിക്കണം. ഒന്നൊരുങ്ങിയാൽ പിന്നെ
പിന്നെയോ പിന്നെ അല്ലാഹു എന്ന് പറഞ്ഞു വസാരിഉ അല ഇംറാൻ 133 ആയത്തിൽ അല്ലാഹു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ചു വരും. ബഖറ 148 ആയത്തിൽ അല്ലാഹു ഫസ്തബിഖുൽ ഖൈറാത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ധൃതി പിടിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ മുന്നിലെത്തണം. വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ എല്ലാവർക്കും ഒരു ഖിബ്ലയുണ്ട്. ആ ആളുകൾ അവിടെ എത്തിക്കുന്നു. ജൂതന്മാർക്ക് വേറെ, ക്രിസ്ത്യാനികൾക്ക് വേറെ, മൂസാനബിന്റെ കാലത്ത്, ഈസാനബിന്റെ കാലത്ത്, നബിന്റെ കാലത്ത് അങ്ങനെ പല ആൾക്കാർക്കും പല ദിശകൾ നിശ്ചയിച്ചില്ലല്ലോ. അപ്പോ കഅബ ഖിബ്ലയാക്കിയപ്പോ വലിയ തർക്കം വന്നു. അല്ലാഹു ഇവിടെ പറയാം ഫസ്തബിഖുൽ ഖൈറാത്ത്, തർക്കത്തെ നിർത്തിയിട്ട് ഫസ്തബിഖുൽ ഖൈറാത്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ മുന്നിലെത്തിക്കുക. നമ്മുടെ നാടുകളിൽ ഇപ്പോ വാട്സാപ്പിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഓരോ ചെറിയ കാര്യക്കാർ അനാവശ്യമായ വാക്കുകൾ കൂടിയിട്ട് ഓവറായി കടുപ്പം കൂടിയിട്ട് കർക്കശമായി കർശനമായി തെറിവിളികൾ ഏതെങ്കിലും പാർട്ടിയിൽ കുറവ് കാണുന്നുണ്ടോ? ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ മോശമായി ചളിയിപ്പിക്കണം. നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതൊക്കെ നമുക്ക് നിർത്തണം. നമുക്ക് നിർത്താൻ തീരുമാനിക്കാം. ഈ കൊല്ലം മുതൽ ഉഷാറാക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ പറയും വേണ്ട, കേൾക്കും വേണ്ട, നല്ലത് കേൾക്കുക. ചീത്തയിലൂടെ നന്മണ്ടാവോ? ഇല്ല. തെറിയിലൂടെ നന്മണ്ടാവോ? ഇല്ല. അനാവശ്യമായ വ്യക്തിവിരോധത്തിലൂടെ നന്മണ്ടാവോ? ഇല്ല. ആരോടും പ്രത്യേകിച്ചൊരു വിരോധം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ പറയുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അള്ളങ്ങളെ കൊണ്ടുവരും. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ആ നിലക്ക് നമ്മൾ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഏർപ്പെടരുത്. പിടിക്കൊലായ്മയിലായാലും കടത്തിന്മയിലായാലും കടപ്പറയിലായാലും ശരി, വടക്കിനിയിലായാലും ശരി, അടുക്കളയിലായാലും ശരി, അനാവശ്യമായ തർക്കങ്ങളൊന്നും ഉണ്ടാകും. അല്ലാഹു എന്താ പറഞ്ഞത്, റസൂൽ എന്താ പറഞ്ഞത്, സഹാബത്ത് എന്താ പറഞ്ഞത്, അത് അങ്ങനെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലുക. ഇതാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ നമുക്കൊന്നും കൊടുത്തിക്കൂട്ടണം. മൂസാ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ അല്ലാഹു ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് 70 ആളുകൾ. നോക്കുമ്പോ അദ്ദേഹം ഒറ്റക്കാണ്. ഒരാരും പോരാഞ്ഞ അല്ല. അപ്പൊ മൂസാ അലൈഹിസ്സലാമിന് നടക്കാൻ കഴിയുന്നില്ല. എന്നിട്ടോ ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നത് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്, എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മള് എല്ലാ നല്ല കാര്യങ്ങളും ഉഷാറായി ധൃതി പിടിച്ച് ചെയ്യണം. സമയം അവസാനിക്കാൻ പോവുകയാണ്. ഞാനും മധ്യനാളും തമ്മിൽ ഇങ്ങനെ അന്ന് 2 വിരൽ പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾക്കറിയാം. മുനാഫിഖീനിൽ വെള്ളിയാഴ്ച നിങ്ങൾ കേൾക്കുന്നു, മരിക്കണിന്റെ മുമ്പ് അന്ത്യനാൾ ശിക്ഷ വരുന്നതിന് മുമ്പ്
വേഗം 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 വേഗം. അതുകൊണ്ട് ഇനി എന്തൊരു നല്ല കാര്യത്തിൽ ഒരുങ്ങുമ്പോഴും നാളെ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അടുത്ത സെക്കൻഡിൽ മരിച്ചു എന്ന് പറയുന്നു. മരണത്തിന്റെ കൊളംബടിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പുറത്തുമൊക്കെ മരണം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും വേണ്ട. ഒരു മഹാസദസ്സിൽ കല്യാണ കമ്പനി ഒരുപാട് ആൾക്കാർ മറന്ന് നമ്മൾ പ്രസംഗം നടക്കുന്നതിനിടയിൽ അതാ ഒരാൾ മരിച്ചു. ഒരാരെയും ശ്രമിക്കാതെ മലക്കുൽ മൗത്ത് ആളെ തന്നെ പിടിച്ചിരിക്കുന്നു. ആ അടുത്ത ആൾ നമ്മളാണോ ആണോ അല്ലേ ഒന്നും അറിയില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് പെട്ടെന്ന് തീരുമാനിക്കാം. പറയാനുള്ളതൊക്കെ നേരത്തെ പറയാം, മാപ്പ് കൊടുക്കാനുള്ളതൊക്കെ മാപ്പ് കൊടുക്കുക. അപ്പൊ മനസ്സുകൊണ്ട് തീരുമാനിക്കുക ആ സ്ത്രീധനം മടക്കി കൊടുക്കണം. ആ സ്വത്ത് ആരെങ്കിലും കവർന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം. ഒരുപക്ഷെ നമ്മൾ ഈ സദസ്സ് വിട്ട് തിരിഞ്ഞില്ല എന്ന് കാര്യം. ആരൊക്കെയാണ് രണ്ടു കാലിൽ നടക്കുക, ആരൊക്കെയാണ് അയ്യത്തുകെട്ടിൽ പോവുക, ആരൊക്കെയാണ് താങ്ങിപ്പിടിച്ച്, ആരെയൊക്കെയാണ് സ്ട്രക്ചറിൽ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുക അറിയില്ല. അല്ലാഹു ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം. തിരക്കി വരുന്ന ഓർമ്മകൾക്കിടയിൽ നമുക്കതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. സഹോദരൻ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുവത്സര ആഘോഷത്തിൽ നമ്മുടെ ചങ്ങാതിമാരോ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുകയില്ലല്ലോ. നമ്മളാരും നക്ഷത്രം തൂക്കിയിട്ടില്ല, നമ്മളാരും അനാചാരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഒരാളുമായി ഒരു സമൂഹവുമായി സാദൃശ്യപ്പെട്ടോ അവൻ അവരിൽ പെട്ടവനായി എന്ന് റസൂലുള്ള പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. അപ്പോ ഒരു കലണ്ടർ മാറ്റി വെക്കുമ്പോ ഈ 365 ദിവസം കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ആലോചിക്കുക, നഷ്ടമാണോ ലാഭമാണോ, നേട്ടമാണോ കോട്ടമാണോ, ഗുണമാണോ ദോഷമാണോ, എന്താണ് നമുക്ക് സാധിച്ചത്, എന്താണ് കിട്ടാതായത്, എന്താണ് നഷ്ടപ്പെട്ടത്, ഇനി തിരിച്ചു പിടിക്കാൻ എന്താണ് മാർഗം. ഒന്ന്, ഭാവിയിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം. രണ്ട്, തൗബ ചെയ്യാം. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 18-ാമത്തെ ആയത്തിൽ എഴുതിയത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, ഇത്തഖുല്ലാഹ, ഭയഭക്തിയോടുകൂടി അല്ലാഹുവെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. വത്തഖുല്ലാഹ, അല്ലാഹുവെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ നന്നായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ആ നിലക്ക് നമുക്ക് ആലോചിച്ച് നോക്കുക നഷ്ടങ്ങളെ കുറിച്ച്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ അല്ല, എല്ലാ സെക്കൻഡിലും നമ്മൾ ആലോചിക്കുക, ഈ സെക്കൻഡ് നമുക്ക് നന്നായോ. വെറുതെ ടെൻഷൻ എന്ന പരിപാടി ഉണ്ടാകില്ല, കാരണം അല്ലാഹു വിശ്വാസം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മള് ഉഷാറായിരിക്കണം. നേരത്തെ ജുമാക്ക് വരണം, നേരത്തെ ജമാഅത്ത് നടത്തണം, നേരത്തെ എത്തിയിട്ട് ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.